തിരുവനന്തപുരം കോർപ്പറേഷനിൽ SC/ST BPL ഫണ്ടുകളിൽ ലക്ഷങ്ങളുടെ തിരിമറി. തട്ടിപ്പ് നടത്തിയ 14 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. തിരിമറി നടത്തിയതിൽ 2 പേർ കോർപ്പറേഷൻ ജീവനക്കാരാണ്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീകൾക്കായുള്ള ജനകീയാസൂത്രണ പദ്ധതി സ്കീമുകളിലാണ് 1,26 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നത്. വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകിയാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള ഫണ്ട് തട്ടിയെടുത്തത്. 2 കോർപ്പറേഷൻ ജീവനക്കാരെ കൂടാതെ ഏജന്റുമാരും പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജറുമാണ് ഫണ്ട് തിരിമറിയിൽ ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പ്രത്യേക യൂണിറ്റ് 1 ഇവരെ അറസ്റ്റ് ചെയ്തത്. നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഒരു ഗ്രൂപ്പിന് 3 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയിലാണ് തിരിമറി നടന്നത്. ഇത്തരത്തിൽ രൂപീകരിച്ച 33 ഗ്രൂപ്പുകളുടെയും പണം എത്തിയത് ഒറ്റ അക്കൗണ്ടിലേക്കാണ്. പല ഗ്രൂപ്പുകളിലുമുള്ളത് ഒരേ അംഗങ്ങളും. ഒരാളുടെ പേരിൽ മാത്രം 5-ലധികം ഗ്രൂപ്പുകൾ കണ്ടെത്തി. 2 വർഷം കൊണ്ട് 1,26 ലക്ഷം രൂപ എത്തിയത് UDF നിയന്ത്രണത്തിലുള്ള പട്ടം സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ്. 2,26 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ കണക്ക് 1,26 ലക്ഷമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.